ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP ഫൗണ്ടേഷൻ ഫോർ ബിസിനസ് ഡിസിഷൻസിൻ്റെ, അതായത് നാളെ നടക്കുന്ന എക്സാമിൻ്റെ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസുകളാണ്. നമ്മൾ ഫൗണ്ടേഷൻ്റെ പല സീരീസ് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ എന്തായാലും വീഡിയോസ് കാണും. നിങ്ങൾക്ക് പാസ്സാകാനുള്ള എല്ലാ കണ്ടൻസും അടങ്ങിയ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ 10 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് അടങ്ങിയ കാര്യങ്ങളാണ് ഫുള്ളി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 10 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതണം, എത്രത്തോളം എഴുതണം, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യമായി വീഡിയോയ്ക്ക് കിടക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യന്, ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ഓഫ് പെസ്റ്റിലി അനാലിസിസ് അല്ലേ. പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ ആൻഡ് എൻവിറോൺമെൻറ്റൽ തുടങ്ങിയ ഫാക്ടേഴ്സുകളെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റഡീസും ഡിസിഷൻസും ഒക്കെ എടുക്കുന്ന ഒരു പ്രോസസ്സ്, ഒരു അനാലിസിസ് ആണ് നമ്മുടെ പെസ്റ്റിലി അനാലിസിസ് എന്ന് പറയുന്നത്. സോ പെസ്റ്റിലി അനാലിസിസ് ഇസ് എ സ്ട്രാറ്റജിക് ഫ്രെയിം വർക്ക് used to evaluate the external macro environmental factors that can impact an organization. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി ഇതിൻ്റെ ഓരോ ഫാക്ടേഴ്സിൻ്റെയും ഫുൾ നെയിം വെച്ചിട്ട് വേണം നമ്മൾ എക്സാമിന് എഴുതാൻ. സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി, ഇനി ഓരോ ഫാക്ടേഴ്സിൻ്റെയും സബ് പോയിന്റുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ആദ്യത്തേതാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്? ദീസ് റിലേറ്റ് ടു ഹൗ ദി ഗവൺമെൻറ് ആൻഡ് പബ്ലിക് പോളിസി എഫക്റ്റ് എ ബിസിനസ്. അതായത് നമ്മളെ ഗവൺമെൻറ് പോളിസീസ് ഒക്കെ നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫാക്ടേഴ്സൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ വരിക. അതായത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ടാക്സ് പോളിസീസുകൾ ഉണ്ടായിരിക്കാം, പിന്നെ താരിഫുകൾ, ലേബർ എൻവയോൺമെൻറ്റ്സുകൾ, ലേബർ ലോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ വരിക. ഇനി ഇക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത് മെയിനായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് നമ്മുടെ ഇക്കണോമിക് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റുകൾ, എക്സ്ചേഞ്ച് റേറ്റ്സുകൾ, ഇൻഫ്ലേഷന്, എംപ്ലോയ്മെൻറ്റ്, GDP തുടങ്ങിയ കാര്യങ്ങളപ്പോൾ ഒക്കെ നമ്മുടെ ഇക്കണോമിക് ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ ഫാക്ടേഴ്സും പഠിക്കുക, അതിൽ വരുന്ന സബ് പോയിൻറ്റുകളും നിങ്ങൾ പഠിക്കണം. ഇനി മൂന്നാമത്തതാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കൾച്ചറൽ നോംസ്, വാല്യൂസ്, ബിലീഫ്സ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകൾ, കൾച്ചർ, എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സ്. സൊസൈറ്റിയുമായിട്ട് ഇണങ്ങി ചേരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സുകളെല്ലാം നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സിൽ വരും. ഇനി നെക്സ്റ്റ് വരുന്ന ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസുകൾ, ഡെവലപ്മെൻറ്റ്, റിസർച്ച് ഡെവലപ്മെൻറ്റ്സുകൾ, പുതിയ അപ്ഡേഷൻസുകൾ തുടങ്ങിയതെല്ലാം നമ്മുടെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിൽ, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതാണ് നമ്മുടെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്ന് പറയുന്നത് ലീഗൽ ഫാക്ടേഴ്സ്. നമ്മുടെ രാജ്യത്തിൻ്റെ ലീഗൽ റൂൾസും റെഗുലേഷൻസുകളൊക്കെയാണ് ലീഗൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വരുന്ന എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കോളജിക്കൽ ആസ്പെക്ട്സ്, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ എൻവിറോൺമെൻറ്റുമായിട്ട് വരുന്ന കാര്യങ്ങൾ. ദേ ഇൻക്ലൂഡ് ക്ലൈമറ്റ് ചേഞ്ചസ്, സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസസ്, ഗവൺമെൻറ് എൻവിറോൺമെൻറ്റൽ പോളിസീസ്, കാർബൺ ഫുട് പ്രിൻറ്റ് കൺസേൺസ് ആൻഡ് വേസ്റ്റ് ഡിസ്പോസൽ. അതായത് നമ്മുടെ പ്രകൃതിയുമായിട്ട് വരുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു ശൃംഖല തന്നെ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വരും. നമ്മുടെ ക്ലൈമറ്റ്, സസ്റ്റൈനബിൾ പ്രാക്ടീസുകൾ, ഗവൺമെൻറ് ഇറക്കുന്ന പോളിസീസുകൾ എല്ലാം തന്നെ നമ്മുടെ ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വരും. അപ്പോൾ ഒരു ചോദിച്ചാൽ നിങ്ങൾ ഇത്രയധികം നമ്മുടെ പെസ്റ്റിലി അനാലിസിസിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അവിടെ പ്രോപ്പറായിട്ട് എഴുതി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യനാണ്. അതായത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ 10th വരെയുള്ള വീഡിയോ ചെയ്തു, അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബൗണ്ടഡ് റേഷണാലിറ്റി ഡിസിഷൻ മേക്കിംഗ് മോഡൽ. അതായത് ബൗണ്ടഡ് റേഷണാലിറ്റി ഡിസിഷൻ മോഡലിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. So, the bounded rationality concept by Herbert Simon suggests that decision makers are limited by their cognitive abilities, available information, and time constraints, leading them to choose a satisfactory rather than an optimal solution. അതായത് ബൗണ്ടഡ് റേഷണാലിറ്റി മോഡൽ പറഞ്ഞ കോൺസെപ്റ്റ് ഹെർബർട്ട് സൈമൺ ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ കൊഗ്നീഷൻ, നമ്മുടെ ചിന്താമണ്ഡലവുമായിട്ട് അത് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ
അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് വരുന്ന അഡ്വാൻറ്റേജസ് അത് റിയലിസ്റ്റിക് ആണ്. അതായത് ആക്ച്വലി അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഹ്യൂമൻ ബിഹേവിയർ, ഇംപെർഫെക്ഷൻസുകളൊക്കെയാണ് മെയിനായിട്ട് അതിൽ കാണിക്കുന്നത്. സോ ഇറ്റ്സ് എ റിയലിസ്റ്റിക് അപ്രോച്ച്. ദെൻ എഫിഷ്യൻസി, അതായത് ഫോക്കസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ, പ്രോപ്പറായിട്ടുള്ള അനാലിസിസുകൾ, അതുപോലെ ഒരുപാട് സെറ്റ് ഓഫ് ഒപ്പീനിയൻസിനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഇറ്റ്സ് എൻ ഇഫക്റ്റീവ് ഒരു പ്രോസസ്സാണെന്നാണ് പറയുന്നത്. ദെൻ മാനേജബിൾ ആണ്. അതായത് മാനേജേഴ്സ് ഓരോ പ്രോബ്ലംസുകൾ ഉണ്ടാവാൻ സിംപ്ലിഫൈ ചെയ്യുകയും അതിന് സൊല്യൂഷൻസുകൾ മിനിമം ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അത് അവിടെ സോൾവ് ചെയ്യാനൊക്കെ ഫോക്കസ് ചെയ്യുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എൻ മാനേജ് ബൗണ്ടറി റേഷണാലിറ്റി മോഡൽ എന്ന് പറയുന്നത് തന്നെ ഒരു മാനേജബിൾ ആയിട്ടുള്ള ഒരു മോഡലാണെന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മോഡൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വന്നതാണ്. അപ്പോൾ ഒരുപാട് മോഡൽസുകളുണ്ട്, അതിലൊരു മോഡലാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ബാക്കി വരുന്ന ഡിസിഷൻ ട്രീ അനാലിസിസ്, അതേപോലെ തന്നെ ഒരുപാട് മോഡലുകളുണ്ട്, അതൊക്കെ മേ ബി ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. അതായത് ബൗണ്ടറി റേഷണാലിറ്റി മോഡലിൻ്റെ ഡിസഡ്വാൻറ്റേജുകൾ: സബ് ഒപ്റ്റിമൽ ഔട്ട്കംസ്, അതായത് ഡിസിഷൻസ് സാറ്റിസ്ഫാക്ടറി ഒക്കെ ആണെങ്കിൽ കൂടുമ്പോൾ ഒരു ഒപ്റ്റിമൽ ആകണമെന്ന് ചാൻസ് ഇല്ല. ദെൻ ബയസസ്, ആളുകളുടെ ഒരുപാട് എറേഴ്സിനെയും ബയസസുകളൊക്കെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഒരുപാട് റിസ്ക്കും അൺസർട്ടനിറ്റിയും ഉണ്ടാകാനുള്ള ചാൻസ് ഒരുപാടാണ് ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ. ലെസ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അത് ഒരുപാട് സ്റ്റഡീസ് പറയുന്നത് ഈ ഒരു മോഡൽ ഇൻറ്റ്യൂറ്റീവ് മെത്തേഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ലെസ് സാറ്റിസ്ഫാക്ഷൻ അവിടെ കുറവ് തരുന്ന മെത്തേഡാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ബൗണ്ടറി റേഷണാലിറ്റീൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഡിസ്കസ് മിൻസ്ബർഗ് കാറ്റഗറൈസേഷൻ ഓഫ് മാനേജീരിയൽ റോൾസ്. അതായത് മിൻസ്ബർഗ് മോഡലിനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പം ഹെൻറി മിൻസ്ബർഗ് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് 10 പ്രൈമറി മാനേജർ റോളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 3 മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്: ഇൻ്റർപേഴ്സണൽ, ഇൻഫോർമേഷണൽ ആൻഡ് ഡിസിഷണൽ. നോട്ട് ചെയ്യുക, ഇൻ്റർപേഴ്സണൽ, ഇൻഫോർമേഷണൽ ആൻഡ് ഡിസിഷണൽ റോളുകൾ. ഈ 3 മിൻസ്ബർഗിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മോഡൽ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ ഓരോ റോളുകളെയും അതിൻ്റെ സബ് റോളുകളെയും കുറിച്ച് പഠിക്കണം. അപ്പോൾ നിർബന്ധമായിട്ടും മിൻസ്ബർഗിൻ്റെ മോഡലുകൾ, ഈ ഒരു ഇൻ്റർപേഴ്സണലും ഇൻഫർമേഷണൽ ആൻഡ് ഡിസിഷണൽ റോൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. അതിൽ ഇൻ്റർപേഴ്സണൽ റോൾ എന്താണെന്നാണ്. ഇൻ്റർപേഴ്സണൽ റോൾ എന്ന് പറഞ്ഞാൽ ഇൻറ്ററാക്ടിങ് വിത്ത് പീപ്പിൾ ആൻഡ് ഫുൾഫില്ലിങ് സിംബോളിക് ആൻഡ് സോഷ്യൽ ഡ്യൂട്ടീസ്. അതായത് ഇൻ്റർപേഴ്സണൽ അല്ലേ, ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ അവിടെ ഇൻറ്ററാക്ട് ചെയ്യുക, അതുമൂലം നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ നീഡ്സുകളും ഡ്യൂട്ടീസൊക്കെ അവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് ഇൻ്റർപേഴ്സണൽ റോളിൽ വരുന്നത്. ഇനി അതിൽ വരുന്നതാണ് ഫിഗർ ഹെഡ്, ലീഡർ, ലെയ്സൺ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ഇൻ്റർപേഴ്സണൽ റോളിൽ വരുന്നതാണ് ഫിഗർ ഹെഡ്. നോട്ട് ചെയ്യുക കേട്ടോ. അതിന് താഴെ 3 ആൾക്കാർ വരും. ഇൻ്റർപേഴ്സണൽ റോളിൻ്റെ താഴെ വരുന്നതാണ് ഫിഗർ ഹെഡ്, ലീഡർ, ലെയ്സൺ. ഇനി ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവിടെ വരുന്നത് ഒരു എക്സാമ്പിൾ അറ്റൻഡിങ് എ സെറിമോണിയൽ ഇവൻറ്റുകൾ, അതായത് പെർഫോമിങ് ഒരു ലീഗൽ ഓർ സോഷ്യൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നവരാണ് ഫിഗർ ഹെഡിൽ വരുന്ന ആൾക്കാർ. ഇനി ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുന്നവരായിരിക്കാം, ഗൈഡ് ചെയ്യുന്ന സബോർഡിനേറ്റ്സുകൾ, കോച്ചുകളൊക്കെയാണ് വരിക. ലൈസൺ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിനിങ് എ നെറ്റ്വർക്ക് ഓഫ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കോണ്ടാക്ട്സുകൾ, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നവരൊക്കെയാണ് മെയിനായിട്ട് ഇൻ്റർപേഴ്സണൽ റോൾ വരുമ്പോൾ. മിൻസ്ബർഗിൻ്റെ ഇൻ്റർപേഴ്സണൽ റോളിൽ 3 വരുന്നുണ്ട്. അതായത് ലൈസൺ, അതേപോലെ തന്നെ ലീഡർ ആൻഡ് ഫിഗർ ഹെഡ്. ഫിഗർ ഹെഡ് ആയിരിക്കാം ലീഗൽ ആൻഡ് സോഷ്യൽ ഡ്യൂട്ടീസിൽ വരുന്നത്. ദെൻ ലീഡറും ലൈസണും വരുന്നുണ്ട്. ഇനി ഇൻഫോർമേഷണൽ റോളുകൾ. ഇൻഫോർമേഷണൽ റോൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവിടെ വരുന്നത് ഇൻവോൾവിങ് റിസീവിങ്, കളക്റ്റിംഗ് ആൻഡ് ഡിസിമിനേറ്റിംഗ് ഇൻഫർമേഷൻസ്. ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇൻഫർമേഷൻ റോളുകൾ. ഇപ്പോൾ ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ അവിടെ റിലേഷൻഷിപ്പുകൾ, ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് വരുന്നത്, പഠിച്ചു. ഇനി ഈ ഇൻഫർമേഷൻ റോളുകളിലും ഒരു 3-4 എക്സ്ട്രാ പോയിന്റ് വരുന്നുണ്ട്: മോണിറ്റർ, ഡിസിമിനേറ്റർ ആൻഡ് സ്പോക്സ്മാൻ. അതായത് മോണിറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സീക്ക് ഔട്ട് ചെയ്യുക, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സുകൾ സീക്ക് ഔട്ട് ചെയ്യുക. ഡിസിമിനേറ്റർ എന്ന് പറഞ്ഞാൽ റെലവൻറ്റ് ഇൻഫോർമേഷനുകൾ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇൻറ്റേർണലി ഓർ എക്സ്റ്റേണലി ഇൻഫോർമേഷൻസുകളെല്ലാം കോളീഗ്സിലേക്കും ടീമിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസിമിനേറ്റർ എന്ന് പറയുന്നത്. ഇനി സ്പോക്സ്മാൻ എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഗനൈസേഷന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം സ്പോക്സ്മാൻ എന്ന് പറയുക. അപ്പം ഇൻഫോർമേഷണൽ റോളുകളിൽ മെയിനായിട്ട്
ആയിട്ട് 3 പേരെ വരിക. മോണിറ്റർ, ഡിസിമിനേറ്റർ, സ്പോക്സ്മാൻ. ഇത് കൂടായിട്ട് ഒരു 2 എക്സ്ട്രാ പോയിന്റുകൾ നിങ്ങൾക്ക് മെയിനായിട്ട് നോക്കിയാൽ സ്പോക്സ്മാനും ആൻഡ് ഡിസിഷൻ റോളുകളും. ഇത് കൂടായിട്ട് ഡിസ്റ്റർബൻസ് ഹാൻഡിലർ ഉണ്ട്, റിസോഴ്സ് അലോക്കേറ്റർ ഉണ്ട്, ഓൺടർപ്രണർ ഉണ്ട്, നെഗോഷിയേറ്റർ ഉണ്ട്. ഇവരെല്ലാം മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ ആദ്യത്തെ മെയിൻ 3 റോളുകളുടെ അണ്ടറിലാണ് വരുന്നത്. അതായത് ഇന്റർപേഴ്സണൽ, ഇൻഫോർമേഷണൽ, ഡിസിഷണൽ. അപ്പം ഇൻഫോർമേഷണൽ കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു 3 കഴിയുമ്പോൾ നമുക്ക് ഡിസിഷണൽ റോളുകൾ വരും. അപ്പം ആ 3ാമത്തെ റോളായിരുന്നു ഡിസിഷണൽ റോള്. ആ ഡിസിഷണൽ റോളിൽ വരുന്നവരാണ് ഓൺടർപ്രണറും ഡിസ്റ്റർബൻസ് ഹാൻഡിലറും ആൻഡ് റിസോഴ്സ് അലോക്കേറ്ററും നെഗോഷിയേറ്ററും ഒക്കെ. അപ്പം നിങ്ങളിപ്പോൾ ഇതിൽ നമ്മൾ ഒരുമിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വരും. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഇന്റർപേഴ്സണൽ വരുന്നത് മെയിനായിട്ടും ലീഡറും ആൻഡ് അതേപോലെ തന്നെ ഫിഗർ ഹെഡും ലേസണുമാണ്. ഇനി രണ്ടാമത്തത് ഇൻഫോർമേഷനിൽ വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ മോണിറ്റർ, ഡിസിമിനേറ്റർ, സ്പോക്സ്മാൻ. മോണിറ്റർ പറഞ്ഞാൽ മോണിറ്റർ ചെയ്യുന്നത്, ഡിസിമിനേറ്റർ പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യുക കാര്യങ്ങൾ. ദെൻ സ്പോക്സ്മാൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന, അതായത് ഔട്ട്സൈഡേഴ്സ് ആയിരിക്കാം, മീഡിയാസൊക്കെ വരുന്നത് സ്പോക്സ്മാനും. ഇനി ഡിസിഷണൽ റോളിൽ വരുന്നതാണ് ഓൺടർപ്രണർ ആൻഡ് അതേപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ഡിസ്റ്റർബൻസ് ഹാൻഡിലർ, റിസോഴ്സ് അലോക്കേറ്റർ ഒക്കെ. ഇനി ഓൺടർപ്രണർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചേഞ്ചസ് സീക്ക് ചെയ്യുന്നവരായിരിക്കാം, പ്രോബ്ലം സോൾവ് ചെയ്യുന്നവർ, പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാക്കുന്നവർ. ഡിസ്റ്റർബൻസ് ഹാൻഡിലേഴ്സ് പറഞ്ഞാൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നവർ. റിസോഴ്സ് അലോക്കേറ്റർ പറഞ്ഞാൽ ഫണ്ടിങ്, സ്റ്റാഫിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് അവർ നോക്കുക. ഇനി നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടീം, ഡിപ്പാർട്ട്മെൻറ്റ്, അതിനൊക്കെ ഒരു ഓർഗനൈസേഷൻ ടീം, ഡിപ്പാർട്ട്മെൻറ്റ് അതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നവർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാരണമാണ് എഗെയിൻ നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. ഇൻ്റർപേഴ്സണൽ, ഇൻഫോർമേഷണൽ ആൻഡ് ഡിസിഷണൽ റോൾ. ഡിസിഷണലിലാണ് ഡിസ്റ്റർബൻസ് ഹാൻഡിലേഴ്സും ഓൺടർപ്രണേഴ്സും വരിക. ഇനി ഇൻ്റർപേഴ്സണലാണ് ലീഡറും ലേസണും ഒക്കെ വരുന്നത്. ഇനി അതേപോലെ തന്നെ ഇൻഫോർമേഷനിലാണ് മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്പോക്സ്മാൻ, ഡിസിമിനേറ്ററും ആൻഡ് മോണിറ്റേഴ്സൊക്കെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പഠിക്കേണ്ടത് ഹൗ വുഡ് യു എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ദാറ്റ് ആർ നെസസറി ഫോർ ദി ഇഫക്റ്റീവ് പ്ലാനിങ്. ഇഫക്റ്റീവ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഇഫക്റ്റീവ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന പ്രോസസ്സാണല്ലേ. നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പ്ലാനിങ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയാൻ പോകണമെങ്കിൽ ഒബ്ജക്റ്റീവ് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാം. ക്ലിയർ, സ്പെസിഫിക് ആൻഡ് മെഷറബിൾ, അച്ചീവബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാം. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തതിന് ശേഷം ഡെവലപ്പ് പ്ലാനിങ് പ്രെമിസസുകൾ അവിടെ ഡെവലപ്പ് ചെയ്യാതെ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോർകാസ്റ്റ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തായിരിക്കണം ഗവൺമെൻറ് പോളിസീസ്, കോമ്പറ്റീഷനൊക്കെ. ദെൻ മൂന്നാമത്തതാണ് ഐഡൻറ്റിഫൈ ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻസ്. അപ്പം നമ്മൾ പ്ലാൻ ഉണ്ടാക്കി, ഒബ്ജക്റ്റീവ് ഉണ്ടാക്കി, പ്ലാൻ ഉണ്ടാക്കി. സോ അതിൽ നിന്ന് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ അവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ ഓൾട്ടർനേറ്റീവ്സിന് ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് പറഞ്ഞ പോലെ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാം. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് വൺ അവിടെ സെലക്ട് ചെയ്യാം. ഫൈനലി ഇംപ്ലിമെൻറ്റ് ദി പ്ലാൻ. ഈ പ്ലാൻ ഇംപ്ലിമെൻ്റ് ഒക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ടാസ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുക, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എല്ലാ എംപ്ലോയീസുമായിട്ട് വരുന്നതെന്നൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ആൻഡ് ഫൈനലി ഫോളോ അപ്പ് ആക്ഷൻ. ഇറ്റ് മീൻസ് മോണിറ്റർ ആൻഡ് റിവ്യൂ. മോണിറ്ററിങ് ആൻഡ് റിവ്യൂ ആണ് ഫൈനലി വരുന്ന ഫോളോ അപ്പിൽ വരുന്നത്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ഈ സ്റ്റെപ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് റിക്വയർഡ് ടു ടേക്ക് ആൻ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ. ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നും ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യന് നിർബന്ധമായിട്ടും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. കാരണം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പം ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് എഴുതി വയ്ക്കുക. ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു പ്രോസസ്സാണ്. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ബെസ്റ്റ് ചൂസ് ചെയ്യുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ്, ജനറേറ്റിംഗ് സൊല്യൂഷൻസുകൾ, സെലക്ടിങ് ദ ബെസ്റ്റ് വൺ. ഒരു പ്രോപ്പർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം നമ്മളവിടെ ഇട്ടിട്ട് ചെയ്യുന്ന ഒന്നാണ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ബെസ്റ്റ് വൺ ചൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ സക്സസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ സ്റ്റെപ്സുകളാണ് ഐഡൻറ്റിഫൈയിങ് ദി പ്രോബ്ലം, ഗ്യാദർ ഇൻഫർമേഷൻ, ഐഡൻറ്റിഫൈ ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേറ്റ് ദി ഓൾട്ടർനേറ്റീവ്സ്, select the best alternatives,
ഇംപ്ലിമെൻറ്റ് ആൻഡ് ഇവാലുവേറ്റ് ദി ഔട്ട്കം സെയിം ഹാസ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സിൽ നമ്മൾ പറഞ്ഞ പോലത്തെ സെയിം പോയിന്റുകളാണ് വരുന്നത്. ചില പോയിന്റുകളുടെ ഇടയിൽ എക്സ്ട്രാ സബ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ പോയിന്റുകളെല്ലാം തന്നെ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല, ഓരോന്നിനും വിത്ത് എക്സ്പ്ലനേഷൻ സഹിതം വേണം എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്. ഇത്രയും ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിച്ച് നമുക്ക് ഏകദേശം ഒരുവിധം പാസ്സാകാനുള്ള നമ്മുടെ ഒരുവിധം കണ്ടൻറ്റൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എക്സാം എഴുതുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പാസ്സാകണം. 22 മാർക്ക് കിട്ടണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. എസ്സേസ് 6 മാർക്കിൻ്റെ ഒരു എസ്സേ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. 3 മാർക്കിൻ്റെ ആയാലും എഴുതണം. ദെൻ ലാസ്റ്റത്തെ എസ്സേയിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ മതിയാവും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നിങ്ങൾ നന്നായിട്ട് ഓരോന്നും പോയിന്റ് എഴുതി നോട്ട് എഴുതി മനസ്സിലാക്കി പഠിക്കാൻ നന്നായി എക്സാം എഴുതാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.